മോഹൻലാൽ ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. അദ്ദേഹം ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഇവിടെ നിന്നും നമുക്ക് കാണാനാകും. ആ പ്രഭവ കേന്ദ്രം അദ്ദേഹത്തോടൊപ്പമുള്ള സഹ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം അത് കണ്ടതിന് ശേഷം വീണ്ടും അദ്ദേഹം കൂടുതൽ മുകളിലേക്ക് കുറച്ചുനേരം അദ്ദേഹം ആ പള്ളിയുടെ ആ ദൃശ്യത്തിലേക്ക് നോക്കി നിന്നു. ആ പള്ളി ഇപ്പോൾ ഒരു പ്രേതാലയം കണക്കെ അതിന്റെ ചുവരുകളെല്ലാം തകർന്ന് രണ്ട് മിനാരം മാത്രം കാണുന്ന രീതിയിലാണ് ആ പള്ളിയുടെ നിൽപ്പ്. അദ്ദേഹം അതിലേക്ക് കുറെ സമയം നോക്കി നിന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഈ പുഞ്ചിരിമട്ടം റോഡിന്റെ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ നിന്നും നമുക്ക് ആ പ്രഭവ കേന്ദ്രം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് താഴെ നിന്നാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാധ്യമങ്ങളോട് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചതിനു ശേഷം താഴെ ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ പുഞ്ചിരിമട്ടം റോഡിലേക്ക് കുറച്ചു ദൂരം നടന്ന് വീണ്ടും അദ്ദേഹം തിരികെ ഈ മുണ്ടക്കൈ ടൗണിലേക്ക് നടന്നു വരികയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായിട്ടുള്ള മേലുദ്യോഗസ്ഥർ, പട്ടാള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു സംഘമായിട്ടാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ദുരന്തം തളർത്തിയ അല്ലെങ്കിൽ ദുരന്തം പിഴുതുമാറ്റിയ, നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരുപാട് മനുഷ്യരെ 300ഓളം മനുഷ്യജീവനുകൾ നഷ്ടമാവുകയും അതിൽ കൂടുതൽ മനുഷ്യജീവനുകളെ കാണാതാവുകയും ചെയ്ത വലിയ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെയാകെ ശവപ്പറമ്പാക്കി മാറ്റിയ ആ ദുരന്തത്തിന്റെ നേർക്കാഴ്ചകൾ കാണാൻ വേണ്ടി മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എത്തിച്ചേർന്നു എന്നത് ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസത്തിന്റെ വാർത്തയാണ്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒക്കെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ സ്വാഭാവികമായും VVIPകൾ വരും. അവരിത് നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് വരുന്നത്. അവരിവിടെ വന്നെങ്കിൽ മാത്രമേ ഇതിന്റെ നേർക്കാഴ്ചകൾ അവർക്ക് മറ്റു രീതിയിലൊക്കെ പ്രതിഫലിപ്പിക്കാൻ കഴിയൂ. ആ തരത്തിൽ വേണം നമ്മൾ എല്ലാ നേതാക്കളുടെയും വരവിനെ കാണാൻ. പക്ഷെ അതിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിനെയൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അവരൊക്കെ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും ചേർന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതിനൊന്നും ഒരു രാഷ്ട്രീയ അർത്ഥത്തിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ മനുഷ്യന് സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായൊക്കെ പറഞ്ഞു, അതിലേക്കെല്ലാം പരമാവധി ആളുകൾ സഹായം ചെയ്യണം. കാരണം അതെല്ലാം ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ള ആരോപണങ്ങളും തർക്കങ്ങളെയും ഒക്കെ നമുക്ക് ഈ അവസരത്തിൽ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. മോഹൻലാലിനോട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അദ്ദേഹം വീണ്ടും അവിടുന്ന് തിരിച്ച് വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹം വാഹനത്തിലേക്ക് കയറുവാനാണോ പോകുന്നതെന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. കാരണം മിലിറ്ററിയുടെ ഒരു വാഹനം അദ്ദേഹത്തിന് വേണ്ടി സജ്ജീകരിച്ച് അടുത്ത് നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം വാഹനത്തിലേക്ക് കയറുകയാണ്. അദ്ദേഹം വാഹനത്തിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 8യുടെ ക്യാമറാമാൻ ശ്രീജിത്ത് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി തന്നെ ഒരു സിനിമാ സൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ദുരന്തം ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനാവുന്നത്. വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വേഷത്തിൽ അദ്ദേഹത്തിന്റെ മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ലഫ്റ്റനന്റ് പദവിയിലിരിക്കുന്ന മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ പോകുന്നത് പുഞ്ചിരിമട്ടത്തേക്കല്ല, മറിച്ച് ദുരിതം അത്രമേൽ ബാധിച്ചിട്ടില്ലാത്ത കരിമറ്റം ടെംടോം മേഖലയിലേക്കാണ്. ടെംടോം മേഖലയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പോകുന്നത്. അവിടെ കുറെ ആളുകളെ ആ ഭാഗത്തും ദുരിതം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുഞ്ചിരിമട്ടം ഭാഗം എന്ന് പറയുന്നത് അത് ഒരുപാട് ഉയരത്തിലാണ്. അങ്ങോട്ട് പോവാനുള്ള യാത്രയൊക്കെ ദുഷ്കരമാണ്. നടന്നു തന്നെ ചില ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇനി അദ്ദേഹം വാഹനം തിരിക്കാനാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള മിലിറ്ററിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ കരിമറ്റം ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ റോഡ് ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിമറ്റം, അത് കഴിഞ്ഞാൽ ടെംടോം എന്ന് പറയുന്ന ഒരു ഡെഡ് എൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് ആണ്. മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. കർപ്പൂരക്കാടൊക്കെ എന്ന് പറയുന്ന, കർപ്പൂരക്കാട് എന്നൊക്കെ ആളുകൾ ഇവിടുത്തെ നാട്ടുകാർ വിളിക്കുന്ന ഭീകരമായ ഫോറസ്റ്റ് ആണ്. എപ്പോഴും ആനകളുടെ വിളയാട്ടമുള്ള, ആനകളുടെയും കടുവകളുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഒരു വലിയ കാടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 4-5 കിലോമീറ്റർ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ ആ ഭാഗത്ത് അധികം ആളുകൾ താമസമില്ല. എങ്കിലും ഉള്ള ആളുകളെയൊന്നും ഇത് അത്രത്തോളം ബാധിച്ചിട്ടില്ല. അത് കുറച്ചുകൂടെ ഈ നീർച്ചോലയായി, ഈ പുഴയായി ഒഴുകിയിരുന്ന ഭാഗത്തിന് കുറച്ചുകൂടെ അകലേക്കാണ്. പക്ഷേ ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം, അത് വളരെ കൃത്യമായി പുഴയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ദുരിതത്തിന്റെ
വ്യാപ്തി വർദ്ധിപ്പിച്ചതിന്റെ ഒരു കാരണവും നമുക്കത് പരിശോധിക്കേണ്ടി വരും. കാരണം സ്വാഭാവികമായും ഈ ജനവാസ കേന്ദ്രങ്ങളായി മാറുന്നത് പുഴയോരങ്ങളായിരിക്കും. പുഴയോട് ചേർന്ന്, പുഴയോട് അത്രത്തോളം അടുത്തല്ലെങ്കിലും പുഴയിൽ നിന്നും കുറച്ച് വിട്ടകന്നായിരിക്കും ഈ ആളുകൾ പൊതുവെ വീട് വെച്ച് താമസിക്കുന്നത്. പണ്ട് മുതലേ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്തെയും ഈ മുണ്ടക്കയ്യെയും ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. നേരെ മറിച്ച് അട്ടമല പോലെയുള്ള പ്രദേശങ്ങളൊക്കെ പുഴയുമായി കുറച്ചുകൂടെ വിട്ട് മുകളിലേക്കുള്ള പ്രദേശമാണ്. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം സാധ്യമാവാതിരുന്ന ആ പാലം പൊളിഞ്ഞു കിടന്നിരുന്ന സമയത്തൊക്കെ അട്ടമല മേഖലയെയും ഈ ദുരന്തം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. അട്ടമല പക്ഷേ അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അവിടെ പണ്ട് ഒരു LP സ്കൂളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അട്ടമല എന്ന് പറയുന്നത്. നേരത്തെ എന്നോട് സംസാരിച്ച സെയ്ഫുദ്ദീൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് അട്ടമല LP സ്കൂളിലായിരുന്നു. പിന്നീട് ആ സ്കൂൾ അവിടുന്ന് ഒഴിവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ സ്കൂൾ ഒഴിവാക്കുകയും പിന്നീട് മുണ്ടക്കൈ LP സ്കൂളും അതുപോലെ തന്നെ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ വരികയും കുട്ടികളുടെയൊക്കെ പഠനം ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തതാണ്.